അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലക്ഷദ്വീപിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഗത്തി ദ്വീപിൽ നമ്മൾ ഇറങ്ങി. ഇനി അഗത്തി ദ്വീപിലൂടെയുള്ള യാത്രയാണ്. നമുക്കറിയാം, വളരെ മനോഹരമായൊരു ദ്വീപാണ് അഗത്തി ദ്വീപ്. ഒരുപാട് പ്രത്യേകതകളുള്ള സവിശേഷമായ ഭംഗിയുള്ള ഒരു നാടുകൂടിയാണ് അഗത്തി ദ്വീപ്. അഗത്തി ദ്വീപിലെ കാഴ്ചകൾ കണ്ടങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിശയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും വളരെ മനോഹരമായ നീല കടലുകളും ബോട്ടുകളും അതുപോലെ തന്നെ ബീച്ചും ഒക്കെയായിരുന്നു നമുക്ക് ചുറ്റുപാടും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യാത്ര ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈക്കോ വാനിലാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ഡ്രൈവറുണ്ട്. അദ്ദേഹം ഓരോ ദ്വീപിലേക്കും ചൂണ്ടിക്കാട്ടിയിട്ട് തൊട്ടടുത്തുള്ള ദ്വീപുകളും അതുപോലെ ആൾതാമസമില്ലാത്ത ദ്വീപുകളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കോൺക്രീറ്റ് ചെയ്ത വഴികളാണ്. ഉച്ചകത്തെ ഭക്ഷണം അവർക്കൊക്കെ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ. ഭക്ഷണം എല്ലാം ഉഷാറായി, അൽഹംദുലില്ലാ. നല്ല ഭക്ഷണം അല്ലേ? ചിക്കനും മീനും അല്ലേ? എല്ലാ നാട്ടുകാരെ അറിയട്ടെ ഞങ്ങളെല്ലാം. കല്യാണം കഴിച്ച നമ്മളെ മോളെയാണ്, നമ്മുടെ മുത്തുവിന്റെ കുട്ടിയാണ്. മൂത്തോന്റെ മൂന്ന് മൂത്തോനുണ്ട്, മൂന്ന് ചേട്ടന്മാര്. അൽഹംദുലില്ലാ, അഗത്തി ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ കവരത്തിയിലേക്കുള്ള യാത്രയാണ്. നമുക്ക് വേണ്ടി അവിടെ ഒരു വെസൽ നോക്കിയാൽ കാണുക, ഒരു നീല വെസൽ അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് വലിയൊരു കപ്പലും കാണാം. അത് നമ്മുടെ അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നൊരു കപ്പലാണ്. ജെട്ടിയിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബോട്ടിലാണ് വെസലിലേക്ക് പോകുന്നത്. ആ കാഴ്ച നമുക്ക് കാണാം. അത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഏറ്റവും പേടിയുള്ളൊരു സംഭവമായിരുന്നു. കടലിലേക്ക് വീണു പോകുന്നു പേടിച്ച്. വളരെ രസകരമായൊരു ചാട്ടവും ചെറിയ ബോട്ടിൽ നമ്മൾ ഇനി വെസലിലേക്കുള്ളൊരു ചെറിയ യാത്ര. അതിനുശേഷം ഒരു 2 മണിക്കൂറിൻ്റെ വെസൽ യാത്രയും കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കവരത്തി ദ്വീപിലെത്തുന്നത്. കവരത്തിയിലെ കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് വൈകാതെ നിങ്ങളിലേക്ക് എത്തും. അസ്സലാമു അലൈക്കും.